ഹലോ നമസ്കാരം. PSC ഡെയിലി ഡോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഏറെ നാളായി കാത്തിരുന്ന ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ നോട്ടിഫിക്കേഷൻ ഒടുവിൽ വന്നിരിക്കുകയാണ്. ഫിഷറീസ് ഓഫീസർ പരീക്ഷ കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ അടുത്ത സുവർണാവസരവും വന്നിരിക്കുന്നത്. ഫിഷറീസ് ഓഫീസർ പരീക്ഷ എഴുതിയവർക്കും അതുപോലെ അന്ന് ചില ഭാഗങ്ങൾ വിട്ടുപോയി എന്ന് വിഷമിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ നേടിയെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ പോസ്റ്റാണിത്. ഫിഷറീസ് ഓഫീസറുടെ ഒരു ഹയർ പോസ്റ്റായി വരുന്ന എക്സാമാണിത്. അതുകൊണ്ട് തന്നെ പഠനം തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ സിലബസ് തന്നെയാണ്. ഈ വീഡിയോയിൽ നമ്മൾ FEO പരീക്ഷയുടെ സിലബസ് കാണാൻ പോവുകയാണ്. സിലബസ് നമുക്ക് നോക്കാം. ഫിഷറീസ് ഓഫീസർ പരീക്ഷയുടെ അതേ സിലബസ് തന്നെയാണ്. പക്ഷെ നമ്മൾ അത്രയും പഠിച്ചാൽ പോരാ. അതിൻ്റെ ഒരു ഹയർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡെപ്തിൽ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആകെ നമുക്ക് 14 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ യൂണിറ്റ് ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. നമുക്ക് ഏകദേശം ഒരു 10 മാർക്കോളം ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഗ്ലോബൽ, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് സിനാരിയോ ഓഫ് മറൈൻ ഫിഷറീസ്, ഇൻലാൻഡ് ഫിഷറീസ്, കോൾഡ് വാട്ടർ ഫിഷറീസ്, അങ്ങനെ ഈ ഒരു ഡാറ്റകളൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ MSY, MEY, സ്റ്റോക്ക് അസസ്മെന്റ് തുടങ്ങിയ മെയിൻ ടോപ്പിക്സും ഈ ഒരു യൂണിറ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് നമുക്ക് പഠിച്ചാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. അങ്ങനെ പെട്ടെന്ന് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ തന്നെ പഠിക്കാനും അതുപോലെ തന്നെ പഠിച്ചാൽ മാർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. എല്ലാവർക്കും ഒരുപോലെ പഠിക്കാനും എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ യൂണിറ്റിന് കൊടുക്കേണ്ടതുണ്ട്. സെക്കൻഡ് യൂണിറ്റ് ആയിട്ട് വരുന്നത് ഫിഷ് ക്രാഫ്റ്റ് ടെക്നോളജി ആണ്. ഇവിടെ കൂടുതലായിട്ട് നമ്മൾ വെസൽസിനെ ഒക്കെ കുറിച്ചാണ് പഠിക്കുന്നത്. വെസൽസിന്റെ പാർട്സ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ചെറിയൊരു യൂണിറ്റ് ആയി തോന്നാമെങ്കിലും 5 മാർക്കിന്റെ വെയിറ്റേജ് മാത്രമേ ഉള്ളൂവെങ്കിലും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു വലിയ ചാപ്റ്റർ തന്നെയാണിത്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കാനും അതുപോലെ മനസ്സിലാക്കാനും ഉണ്ട്. ഫിഷിംഗ് ഗിയർ ടെക്നോളജിയാണ് നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത്. ഇവിടെ ഗിയേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ നെറ്റിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്ന ഒരു ഏരിയ ആണ്. കഴിഞ്ഞ ഫിഷറീസ് ഓഫീസർ എക്സാമിനും ഇവിടുന്ന് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പഠിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഇതും. നെക്സ്റ്റ് വരുന്നത് നാവിഗേഷൻ ആൻഡ് സീമാൻഷിപ്പ് ആണ്. ഇവിടെയും പുതിയ പുതിയ ടേംസും അതുപോലെ തന്നെ നാവിഗേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ യൂസ് ചെയ്യുന്ന എയ്ഡ്സും ഇന്റർനാഷണൽ ലോസ്, ഫയർ ഫൈറ്റിംഗ്, ലൈഫ് സേവിങ് അപ്ലയൻസിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു ഭാഗം തന്നെയാണ് ഇതും. നെക്സ്റ്റ് യൂണിറ്റ് ഫിഷ് പ്രിസർവേഷൻ ആണ്. 10 മാർക്ക് വെയിറ്റേജിന് തന്നെയാണ് ഇതും വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വാസ്റ്റ് ഏരിയ ആണ് ഈ ഒരു ഫിഷ് പ്രിസർവേഷൻ. അതുപോലെ സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. 6ാമത്തെ യൂണിറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ്. ഇതിൽ ഡിഫറെൻറ്റ് ക്വാളിറ്റി ടെസ്റ്റ്, അതുപോലെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ് തുടങ്ങി പേഴ്സണൽ ഹൈജീൻ, സാനിറ്റേഷൻ, ഫുഡ് സേഫ്റ്റി തുടങ്ങിയ ഭാഗങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. 5% വെയിറ്റേജ് തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. 7ാമത്തെ യൂണിറ്റ് അക്വാട്ടിക് എൻവയോൺമെന്റ് മാനേജ്മെന്റ് ആണ്. മറൈൻ, ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ എൻവയോൺമെന്റ്സിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു യൂണിറ്റ് കൂടിയാണ്. 5 മാർക്ക് വെയിറ്റേജ് തന്നെയാണ് ഇതിനും വരുന്നത്. 8ാമത്തെ യൂണിറ്റ് ഫാമിംഗ് ഓഫ് ഫുഡ് ഫിഷസ് ആൻഡ് ഷെൽ ഫിഷസ്. ഫുഡ് ഫിഷസിന്റെയും ഷെൽ ഫിഷസിന്റെയും ഫാമിങ്ങിനെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റ് പറയുന്നത്. 10 മാർക്ക് വെയിറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് ഇതും. എന്നിരുന്നാലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്വാകൾച്ചർ പ്രാക്ടീസസിനെ കുറിച്ചൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു യൂണിറ്റ് വലിയ പാടായിട്ടൊന്നും വരില്ല. എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാനും അതുപോലെ സ്കോർ ചെയ്യാനും പറ്റും. 9ാമത്തെ യൂണിറ്റ് ഓർണമെന്റൽ ഫിഷ് കൾച്ചർ ആണ്. ഇവിടെയാണ് നമുക്ക് ചിലപ്പോൾ കുറച്ച് സംശയങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളത്. കാരണം ഒരുപാട് ഓർണമെന്റൽ ഫിഷസിന്റെ സയന്റിഫിക് നെയിമും കോമൺ നെയിമും ഒക്കെ മാറിപ്പോകാതെ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇത്. ട്രേഡ് റെഗുലേഷൻസും അതുപോലെ സർട്ടിഫിക്കേഷനും ഒക്കെ
ഈ ഒരു യൂണിറ്റിലാണ് പറയുന്നത്. എക്സാമിന് സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. എല്ലാ ഏരിയയും ചോദിക്കില്ല എന്നല്ല, പക്ഷെ നമുക്ക് കൺഫേം ആയിട്ടും ഇത് ചോദിക്കും എന്ന് ഉറപ്പുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഓർണമെന്റൽ ഫിഷ് കൾച്ചറിൽ ഉള്ള ഈ ഒരു ഗ്രീൻ സർട്ടിഫിക്കേഷൻ ആയാലും അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആയാലും. 10ാമത്തെ യൂണിറ്റ് അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് മാനേജ്മെന്റ് ആണ്. കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുന്ന ഒരു യൂണിറ്റ് ആണ് ഇതെങ്കിലും 10 മാർക്ക് വെയിറ്റേജിനാണ് ഈ ഒരു യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരുപാട് ഡിസീസസും അതുപോലെ പോസിറ്റീവ് ഏജന്റ് സിംറ്റംസ് ഒക്കെ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ്. അതുപോലെ ഫിഷ് ഫാർമക്കോളജി, ടോക്സിക്കോളജി തുടങ്ങിയ കാര്യങ്ങളും ഇമ്മ്യൂൺ സ്റ്റിമുലൻസിനൊക്കെ കുറിച്ച് നമ്മൾ ഇവിടെയാണ് പഠിക്കുന്നത്. ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ട ഏരിയ ആണ്. വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് MCQs പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ഇല്ലെങ്കിൽ എക്സാം സമയത്ത് നമുക്ക് അതാണോ ഇതാണോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു യൂണിറ്റ് കൂടിയാണ് ഇത്. 10 മാർക്ക് വെയിറ്റേജിലാണ് വരുന്നത്. ഏകദേശം നമ്മൾ സിലബസിന്റെ അവസാനത്തോട്ട് എത്തിക്കഴിഞ്ഞു. ഇനിയുള്ളത് ഫിഷറി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മാത്സ് വശമില്ലാത്തവർക്ക് പോലും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 മാർക്ക് വെയിറ്റേജിൽ തന്നെയാണ് വരുന്നത്. ഫിഷറീസ് ഓഫീസർ എക്സാമിന് ഇതിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ എക്സാമിന്റെ പേര് പോലെ തന്നെ അടുത്ത വരുന്ന യൂണിറ്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണിത്. കാരണം നമുക്ക് എന്താണ് ഒരു എക്സ്റ്റൻഷൻ ഓഫീസർ ചെയ്യേണ്ട വർക്ക് എന്ന് ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതിലൂടെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾ എല്ലാവരും PSC എഴുതി ഈ ഒരു ജോലിയിലേക്ക് കയറുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം. 10 മാർക്ക് വരുന്നൊരു യൂണിറ്റ് ആണിത്. ഫിഷറീസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കാൻഡിഡേറ്റിന് പോലും ജനറലായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു നല്ല ടോപ്പിക് കൂടിയാണിത്. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് കൂടിയാണ്. ജനറൽ കാര്യങ്ങളും സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഫിഷറീസ് എക്കണോമിക്സ് ആണ് 13ാമത്തെ യൂണിറ്റ് വരുന്നത്. ജനറൽ ആയിട്ടുള്ള എക്കണോമിക്സ്, GNP, നാഷണൽ ഇൻകം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. അത് നമ്മുടെ ഫിഷറീസ് തലത്തിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആവും എന്നതാണ് ഈ ഒരു യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 മാർക്കിന്റെ യൂണിറ്റ് ആണെങ്കിലും വളരെ വാസ്റ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണിത്. ഇതൊരു ജനറൽ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. നമ്മുടെ സിലബസിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലെജിസ്ലേഷൻ. സെൻട്രൽ, സ്റ്റേറ്റ് ലെവലുള്ള, ലോക്കൽ ഗവൺമെന്റ് ലെവലിലൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ കുറിച്ചാണ് ഇവിടെ പഠിക്കേണ്ടത്. അതുപോലെ എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫങ്ഷൻസ്, എവിടെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. 5 ഇയർ പ്ലാൻസ് ഫിഷിംഗ് മേഖലയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി, ഗവൺമെന്റ് പോളിസീസ്, സ്കീംസ്, അതുപോലെ ആക്ട് ഒക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. വളരെ 5 മാർക്കിന് മാത്രം ചോദിക്കുന്ന ഒരു യൂണിറ്റ് ആണെങ്കിലും വളരെ വലിയൊരു യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ സിലബസിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ജനുവരി ഒക്കെ ആകുമ്പോഴായിരിക്കും എക്സാം എന്നാണ് ഇപ്പോൾ കിട്ടിയ ന്യൂസ് വെച്ചിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇനി അത്ര മാസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഓരോരുത്തരും ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് അല്ലാതെ അവസാന നാളുകളിൽ നമുക്ക് കൂടുതൽ പഠനത്തിന് വേണ്ടി സമയം ചെലവഴിക്കാതെ മറ്റു കാര്യങ്ങൾ കൂടി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പോസ്റ്റാണ് ഈ ഒരു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നത്. അപ്പോൾ ഇനിയും വീഡിയോസുമായി നമുക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.